നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ശബരിമല വിവാദത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള നാടകമാണിതെന്നും ജോർജ് കുര്യൻ. PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് കടക്കണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. മണ്ണുത്തിയിൽ ബസ് ഉടമയെ ആക്രമിച്ചു കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചു. അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമാണ് കൊള്ളയടിച്ചത്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വെറ്റിലപ്പാറയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകനെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. അരൂർ മൊഴി മാളിയേക്കൽ ഡേവിസിനാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന മോഷണശ്രമം. തെക്കേപ്പുറം സ്വദേശികളായ മനന്തൻ വീട്ടിൽ ബാബു, പറക്കാട്ട് വീട്ടിൽ ലീല എന്നിവരുടെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. തിരുവില്ലാമല CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ആനപ്പാറ ചന്ദ്രനും എരവത്തൊടി തെരുവിൽ സന്തോഷും BJP-യിൽ ചേർന്നു. BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ജയപ്രകാശ് കുമാർ അംഗത്വം നൽകി ഇരുവരെയും സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിലിന് ഇനി പൈതൃക ഭംഗി. P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ടെസ്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ ആർട്സ് ക്ലബ് അംഗങ്ങളാണ് മതിലിൽ ചിത്രങ്ങൾ വരച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഒളരി ഡിവിഷൻ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം കാർമിക് സംഘ് BMS-ന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BMS സംസ്ഥാന ഉപാധ്യക്ഷൻ CG ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ചെമ്മന്തട്ട് സ്വദേശികളായ അവനിക, ആയുഷ എന്നീ കുരുന്നുകളുടെ ചികിത്സാ സഹായനിധിയിലേക്ക് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നടത്തിയ കാരുണ്യയാത്രയിൽ 10 ലക്ഷം രൂപ ലഭിച്ചു. കഴിഞ്ഞ 22-നാണ് കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 90 ബസ്സുകൾ കാരുണ്യയാത്രയിൽ പങ്കാളികളായത്. മറ്റത്തൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലുള്ള സരസ്വതി അംഗനവാടിക്ക് പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 27.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് KK രാമചന്ദ്രൻ MLA ശിലാസ്ഥാപനം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. കൊടകര മേള കലാ സംഗീത സമിതിക്കു കീഴിൽ പഞ്ചാരിമേള പരിശീലനം നേടിയ 12 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. പ്രശസ്ത മേള കലാകാരനും പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയത്. മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവം ലോഗോ പ്രകാശനവും പ്രൊമോ വീഡിയോ ലോഞ്ചിങ്ങും നടന്നു. പാവറട്ടീസ് ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നവംബർ 4, 5, 6 തീയതികളിലാണ് മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവം അരങ്ങേറുന്നത്. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാഞ്ജലി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളത്ത് CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് തറക്കല്ലിട്ടു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തനവുമായ VK ശ്രീരാമൻ നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല CPI ML പ്രവർത്തകനും ദലിത് സംഘടനകളുടെ നേതാവുമായിരുന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി PV സജീവ് കുമാർ അന്തരിച്ചു. കുളിമുറിയിൽ തലയിടിച്ച് വീണതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നാരീചക്ര പെൺകരുത്ത വനിതാ തൊഴിലധിഷ്ഠിത നൈപുണ്യ പദ്ധതിക്ക് കുന്നംകുളം അസാപ്പിൽ തുടക്കമായി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ജാമിയ ഇമാം നവവി 10ാം വാർഷിക സനദ്ദാന മഹാസമ്മേളനം ഡിസംബർ 11 മുതൽ 13 വരെ പാവറട്ടി വെൺമനേട് ജാമിയ ഇമാം നവവി ക്യാമ്പസിൽ സംഘടിപ്പിക്കും. ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുമായി 600ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന തിബിയാൻ ഖുറാൻ മനപ്പാഠ മത്സരത്തിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ തുടക്കമാകും. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പറമ്പൻ തലയിൽ പ്രതിഷേധ സംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു.
കലാമണ്ഡലത്തിനെതിരെ ചാൻസലർ മല്ലിക സാരാഭായുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ABVP പ്രവർത്തകർ കലാമണ്ഡലത്തിന് മുന്നിൽ ധർണ നടത്തി. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി X അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർക്ക് മരണാനന്തര ബഹുമതിയായി നൽകും. ഈ മാസം 31-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഗീത സംവിധായകന്റെ ജോൺസന്റെ പത്നി റാണി ജോൺസന് പുരസ്കാരം സമ്മാനിക്കും. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാമസ്വരാജ് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. MLA മുരളി പെരുന്നെല്ലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി ചെറുവട്ടത്ത് ഉബൈദുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സബീനയാണ് മരിച്ചത്. പോർക്കുളം പഞ്ചായത്തിലെ അംഗനവാടികളിലെ അടുക്കളകളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടികവരവ് തൃപ്പുത്തിരി മുക്കുടി ആഘോഷം 29, 30, 31 തീയതികളിൽ നടക്കും. തണ്ടികവരവ് 29-ന് ഉച്ചയ്ക്ക് പോട്ട കച്ചേരി വളപ്പിൽ നിന്നും പുറപ്പെട്ട 7 മണിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കും. 30-ന് ക്ഷേത്രത്തിൽ തൃപ്പുത്തിരി ആഘോഷിക്കും. പെരിങ്ങാട് സെന്റ് തോമസ് കുരിശുപള്ളിയിലെ തിരുനാൾ ഒരുക്കങ്ങൾ പൂർത്തിയായി. 31-ന് തിരുനാളിന് കൊടിയേറും. നവംബർ 7, 8, 9 തീയതികളിലാണ് തിരുനാൾ. വെങ്കിടൻ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ച വാട്ടർ ATM പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാട്ടർ ATMന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് ലഭിച്ചു. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ആശുപത്രിവാസ ക്ലെയിമുകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളെയും ഏജന്റുമാരെയും പുറന്തള്ളുന്ന രീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. മുതിർന്ന പൌരന്മാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് നിന്ന് ഏജന്റുമാരെ പിന്തിരിപ്പിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാടിനെതിരെയാണ് പ്രക്ഷോഭം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ TB സെന്ററിന്റെയും ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU-വിന്റെയും നേതൃത്വത്തിൽ തൃശൂർ അരിയങ്ങാടിയിൽ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്തിൽ SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. എടത്തുരുത്തി സൗത്ത് SNVLP സ്കൂളിൽ 100-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മുരിയാട് കോൾ മേഖല ചെമ്മണ്ട പുളിയമ്പാടം പാടശേഖര സമിതി ഉൾപ്പെട്ട വെള്ളാനി പടിഞ്ഞാറെ അമിച്ചാലിൽ 30 ഏക്കറിലധികം കൃഷി വെള്ളത്തിലായി. വെള്ളം ഒഴുക്കിക്കളയാനാവാത്ത പ്രതിസന്ധിയിൽ കർഷകർ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.